മറയൂരിൽ കാട്ടാന റിസോർട്ടിന്റെ ഷെഡ് തകർത്ത് കളഞ്ഞു. വിരിക്കൊമ്പൻ എന്ന ആനയാണ് ആക്രമണം നടത്തിയത്. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇപ്പോൾ കാണുന്നത് ഈ ദൃശ്യങ്ങളാണ്. ആന കാട്ടാനയുടെ കളികൾ കാണാൻ പ്രേക്ഷകർ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ വിജയൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ്കെൻ, ഇന്നലെയാണ് ഈ കാട്ടാന ജനവാസ മേഖലയിൽ ഒരു റിസോർട്ടിനടുത്ത് എത്തുന്നത്. വിരികൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് കീഴാന്തൂർ ശിവൻപന്തിയിൽ എത്തി റിസോർട്ടിന്റെ ഷെഡ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കുറെ നേരം ആ സ്ഥലത്ത് ആ റിസോർട്ടിനുള്ളിൽ ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ആ ഷെഡ് തകർക്കുകയും ചെയ്തത്. മാത്രമല്ല CCTV ഉൾപ്പെടെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി ആനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, കാന്തല്ലൂർ ടൗണിനടുത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയതാണ്. അത് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഓണം വിപണി ലക്ഷ്യമിട്ട് നട്ടുവളർത്തിയിരുന്ന കൃഷിയാണ് ഈ കാട്ടാനകൾ പൂർണ്ണമായും നശിപ്പിച്ചതെന്നാണ് കർഷകർ പറയുന്നത്. ഒരുപാട് നാളായി, മാസങ്ങളോളമായി ഈ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ്. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ആനയെ നിരീക്ഷിക്കാൻ വേണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു പരാതി. മറ്റൊന്ന്, മൂന്നാറിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി എന്നുള്ളതാണ്. കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് നിലവിൽ ഇപ്പോൾ കാട്ടാനയുള്ളത്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. സ്കെയിൽ ശരി, നിങ്ങളിപ്പോൾ കാണുന്നത് മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ് ഇറങ്ങിയതിൻ്റെ ദൃശ്യമാണ്. പുതുക്കാട് എസ്റ്റേറ്റിൽ വ്യാപകമായി കൃഷിയും ഈ പടയപ്പ നശിപ്പിച്ചു. കുറേ കാലമായിട്ട് പടയപ്പ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട്. RRT ഇപ്പോൾ പടയപ്പയെ നിരീക്ഷിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്.